ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പറയുന്ന SSC യുടെ ഭാഗത്തു നിന്ന് സെലക്ഷൻ പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന രീതിയിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം തന്നെ അതിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സെലക്ഷൻ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 13/4/2026 തുടങ്ങി ഈ പറയുന്ന 4/5/2026 വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/5/2026 ആണ്. ഇനി സമയമുണ്ട്. അപേക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് 10ആയിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഈ പ്ലസ് 2 ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിഗ്രിയായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അത് അവർ പറയുന്ന മറ്റ് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റി ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യും നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ വീഡിയോകളിൽ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വേക്കൻസി ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ പറയുന്ന മറ്റ് പോസ്റ്റുകളെ പോലെ വലിയൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഒന്നും അല്ല. അത്യാവശ്യം ഈ പറയുന്ന ഒരു വേക്കൻസി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന SSC യുടെ ഭാഗത്ത് അവരെന്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ മുൻ ഒരു വേക്കൻസി നോക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നിങ്ങൾ തൊട്ടും ഈ ആദ്യത്തെ സ്ലൈഡിൽ കണ്ട പോലെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അവരകത്ത് നൽകിയിട്ടുണ്ടായിരുന്ന വേക്കൻസികളുടെ എണ്ണം 3003 ആണ്. എന്നാൽ തൊട്ട് തലേന്ന് വന്നിട്ടുണ്ടായിരുന്ന SSCയുടെ അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നോട്ടീസ് പ്രകാരം സെലക്ഷൻ പോസ്റ്റിലേക്ക് ഉണ്ടായിരുന്ന ആകെ വേക്കൻസികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 2919 എന്ത് ചെയ്തു, അത് ചുരുങ്ങി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്. അതെന്താന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളതിന് പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പ്രധാനമായിട്ട് ഇപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. SSC വഴിയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഇപ്പോൾ SSC എക്സാമിനേഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ 13 ഏപ്രിൽ ടു 4 മെയ് വരെ എന്ത് ചെയ്യുന്നുണ്ട് സമയമുണ്ട്. ഓക്കെ, അതേപോലെ 10ാം ക്ലാസ്സുകാർക്കും പ്ലസ് 2കാർക്കും ഡിഗ്രിക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ടെസ്റ്റുകൾ അതിനകത്തുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. അപ്പം ഏതൊക്കെ ടെസ്റ്റുകളിലാണ് മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, പ്രധാനമായിട്ടും അതിനകത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ക്യാൻസലേഷൻ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ മൈൻസ് അഡ്വർടൈസ്ഡ് അണ്ടർ ഫേസ് വോട്ടിംഗ് 2026 സെലക്ഷൻ പോസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്ന ഒരു വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന വേക്കൻസിൽ ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന പോസ്റ്റുകൾ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടിരുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയാൻ വേണ്ടി പോസ്റ്റുകൾ ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കിട്ടത്തില്ല എന്നുള്ളതാണ്. കാരണം അതെന്ത് ചെയ്തു, അതെടുത്ത് കളഞ്ഞത് കൊണ്ടാണ് ആ ഒരു 3003 നിന്ന് 2900 സംതിങ്ങിലേക്ക് എന്ത് ചെയ്യുന്നത് അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഈ പറയുന്ന 3003 നിന്നും എന്ത് ചെയ്യുന്നത് 2919 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വേക്കൻസി കുറയാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ താഴെ പറയുന്ന ഈ തസ്തികൾ എന്ത് ചെയ്തു എടുത്തു കളഞ്ഞു. അതായത് ഡ്രില്ലിംഗ് അസിസ്റ്റന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ് ജിയോ ഫിസിക്സ് ഗ്രേഡ് 3, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3, അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് ജിയോ ഫിസിക്സ്, ഡ്രില്ലിംഗ് അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജിയോളജി, ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ, ടെക്നിക്കൽ ഓപ്പറേറ്റർ ഡ്രില്ലിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഡ്രില്ലിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് അങ്ങനെ അടങ്ങുന്ന, അതേപോലെ തന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജിയോളജി, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജിയോ ഫിസിക്സ്, ലാബ് അസിസ്റ്റന്റ് കെമിക്കൽ, ലാബ് അസിസ്റ്റന്റ് ജിയോളജി, ഡ്രില്ലിംഗ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ, അതേപോലെ തന്നെ താഴോട്ട് വരികയാണെങ്കിൽ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ, അങ്ങനെ ഒരുപാട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, നോൺ ടെക്നിക്കൽ, അങ്ങനെ ഒരുപാട് ഈ പറയുന്ന തസ്തികൾ എന്ത് ചെയ്തിരുന്നു അവർ എടുത്ത് കളഞ്ഞു. 33ഓളം വരുന്ന തസ്തികളിൽ നിന്ന് എന്ത് ചെയ്തു ഈ പറയുന്ന രീതിയിൽ അവർ എടുത്ത് കളഞ്ഞത് കൊണ്ടാണ് ഈ 3003 എന്നുള്ളത് 2919 എന്ത് ചെയ്യുന്നത് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഇനി നോക്കാൻ നേരത്ത് ഇത് കാണത്തില്ല, ഈ ഒരു പോസ്റ്റുകൾ കാണത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കയറി നോക്കാൻ നേരത്ത് ഇത് ഈ അടുത്തിടെ വന്ന സംഭവമാണ് കേട്ടോ. ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ഇവർ ഇങ്ങനെ സംഭവം എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ട് ഈ വേക്കൻസികളും അതേപോലെ തന്നെ പോസ്റ്റ് വേക്കൻസി ടേബിൾ എബോ ഹാവ് ബീൻ വിത്ഡ്രോഡ് ഓർ ക്യാൻസൽഡ് റെക്കമെൻഡേഷൻ ഓഫ് ദി യൂഎസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ജിയോളജിക്കൽ സർവേ അതേപോലെ മൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങൾ എടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യുന്നത് ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവർക്ക് SSCക്ക് യാതൊരു തരത്തിലുള്ള റോളും ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് SSC പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് SSC ഉത്തരവാദി അല്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ട് അത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 20/4/2026 വന്നത്. ഇത് എന്ത് ചെയ്യുക മനസ്സിൽ വെക്കുക. ഓക്കെ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ രീതിയിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാത്തിരുന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവർ അറിവിലേക്കാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ,
അതേപോലെ തന്നെ വേക്കൻസികൾ എന്തെങ്കിലും മാറ്റം വല്ല വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 2019 മുതൽ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന വേക്കൻസികളൊക്കെ ഒരു ഏറ്റക്കുറച്ചിൽ കാണാം. ഓക്കെ, കാരണം ഈ പറയുന്ന അത്യാവശ്യം നല്ലപോലെ വേക്കൻസി ഒക്കെ എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായത് 2023 കൂടി തന്നെയാണ്. 5369 വേക്കൻസികൾ എന്ത് ചെയ്തിരുന്നു അവർ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കുറഞ്ഞു കുറഞ്ഞാണ് വന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 2024 2049 ഉണ്ടായിരുന്നു, 2025 80, 2429 കുറയുന്നുണ്ട്. പിന്നെ അത് ഇച്ചിരി കൂടെ കൂടുതൽ നമ്മുടെ 2027 വന്നപ്പോഴാണ് 3003 വേക്കൻസി ആയിരുന്നു. പിന്നെ അത് കുറഞ്ഞ് എന്തായിട്ട് മാറി ഇപ്പോൾ 2919 എന്ത് ചെയ്തത് പിന്നെയും കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, ഏകദേശം വലിയൊരു വ്യത്യാസം അത് കാണാൻ വേണ്ടി പറ്റത്തില്ല. 2025 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും എന്താണ് അത് കൂടുതലാണ് എന്നുള്ളതാണ്. 2025 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2026 അതിനേക്കാളും കൂടുതൽ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പൊതു ഉദ്യോഗാർത്ഥികൾ ഇച്ചിരി സമാധാനം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ആത്മവിശ്വാസത്തോട് കൂടി ഇരുന്ന് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന SSCക്ക് വേണ്ടി പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തിൽ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നോ ഒരു ഫൗണ്ടേഷൻ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്, പരീക്ഷ എഴുതണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അടിസ്ഥാനമില്ല സാറേ, ഈ പറയുന്ന രീതിയിൽ എനിക്ക് ഈ പറയുന്ന രീതിയിൽ എങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫൗണ്ടേഷൻ നിങ്ങൾ ആദ്യമായിട്ട് BC ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ എല്ലാ SSC എക്സാമിനേഷൻസ് പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഇപ്പോൾ SSC CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MDS ആയിക്കോട്ടെ, CPO എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ SSCക്ക് വേണ്ടി നമ്മൾ ഫൗണ്ടേഷൻ ബാച്ച് ACDB അക്കാഡമി നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയുന്ന രീതിയിൽ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ കാണാൻ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ക്ലാസ്സുകൾ പോകുന്നത്. ലൈവ് ക്ലാസ്സുകൾ കാണും, കൂടെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ എല്ലാ ദിവസവും കിട്ടും. അതേപോലെ സ്പെഷ്യൽ കറണ്ട് അഫയർസ് സെഷൻസും സ്പെഷ്യൽ ടോപ്പിക് സെഷൻസും മെന്റർഷിപ്പ് സപ്പോർട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ട് എന്ത് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അതായത് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥി സംബന്ധിച്ചോളം അതിന് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഈ പറയുന്ന SSC ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറയുന്ന മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ പറയുന്ന ഇംഗ്ലീഷ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അടിസ്ഥാനം ഉണ്ടാക്കിയെടുത്ത് നല്ല രീതിയിൽ പരീക്ഷകൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഇതിനെ പറ്റി എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈ പറയുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് CGL, CHSL, CPO, GD, ഓക്കെ, ഈ ഒരു കോഴ്സുകളൊക്കെ വേണ്ടി പഠിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യും നൽകുന്നതായിരിക്കും. പിന്നെ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് പുതിയ നോട്ടിഫിക്കേഷൻ വരിക, അതേപോലെ പ്രധാനപ്പെട്ട ചേഞ്ചുകളൊക്കെ വരിക, ഈ പറയുന്ന റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അപ്പോൾ തന്നെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാൻ ശേഷം തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെയും ടെലിഗ്രാമിന്റെ ഒക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വരുന്ന അപ്ഡേറ്റുകൾ, നമ്മുടെ ഈ പറയുന്ന ചാനലിൽ പോകുന്ന ക്ലാസ്സുകളുടെ നോട്ടുകൾ, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. അതിനകത്തോട് എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന SSCയിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ കാണും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ അപേക്ഷകളൊന്നും അവസാനിച്ചിട്ടില്ല. ഓക്കെ, ഈ പറയുന്ന അടുത്ത മാസം വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതിയുണ്ട്. അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന പോസ്റ്റുകളൊക്കെ സെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനകത്ത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപേക്ഷകൾ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.